ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് രാവിലെ എണീറ്റ് ചുമ്മാ പറമ്പിൽ കൂടിയൊക്കെ നടന്നപ്പോൾ കുറച്ച് തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കണ കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ ഇന്നൊരു തക്കാളിക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അത് തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോ. ലോങ് വീഡിയോ ഒക്കെ ഇടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പണികളൊക്കെ നടക്കണോണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരാത്തത്. അപ്പം ഇന്ന് എന്തായാലും ഒരു കറി ഉണ്ടാക്കണ വീഡിയോ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ തക്കാളിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് വേണം. പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയുടെ പച്ചമുളക് ചെടിയിൽ നിന്ന് ഞാൻ 5-6 പച്ചമുളകും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ട് നനച്ച് വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതൊക്കെ പറിച്ചെടുക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് തക്കാളിയും ചെമ്മീനും കറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. ചെമ്മീൻ നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അമ്മ ദേ ഇങ്ങനെയാണ് കേട്ടോ അരിയുന്നത്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഫിംഗർ ക്യാപ്പോ കട്ടിംഗ് ബോർഡോ ഒന്നുമില്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എനിക്കതൊക്കെ ഭയങ്കര പേടിയാണ്. എപ്പോൾ കൈ മുറിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദേ ഇനി നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കാം. കുറച്ച് തേങ്ങയും മഞ്ഞളും ഒരു 3-4 ചുവന്നുള്ളിയും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല മെഴുക് പോലെ അരഞ്ഞ് കിട്ടണം. ഇല്ലെങ്കിൽ തേങ്ങ കറി വെക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങിക്കിടന്നാൽ കറിക്കൊരു രസം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ചെമ്മീനില്ലേ, ആ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നമ്മുടെ തക്കാളിയും പച്ചമുളകും വേവിച്ചെടുക്കാം. 5-6 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ അരച്ചു കൂട്ടി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ തേങ്ങ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകും കൂടി വറുത്തെടുക്കാം കേട്ടോ. കടുകൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാകെ പച്ചമുളക് മാത്രമല്ലേ ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കളറും കിട്ടും, എരിവും കിട്ടും. ഇനി നമ്മുടെ വെന്ത് പറ്റിയിരിക്കുന്ന ആ ഒരു തേങ്ങാച്ചാറിലേക്ക് നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.